9/0.9 ഇൻറ്റു 9/0.9. നമുക്ക് ആദ്യം ഇത് മാത്രം നോക്കുക. 9/0.9. ഇവിടെ ദശാംശ സംഖ്യ കൊണ്ട് ഹരണം വരുന്നുണ്ട്. ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദശാംശം ഒഴിവാക്കണം. ദശാംശം ആദ്യം ഒഴിവാക്കുക. ഇവിടെ ദശാംശം കളഞ്ഞാൽ എന്താവും? സംഖ്യ 9 ആവും. പിന്നെ 0 വലിയ ദശാംശം കളഞ്ഞാൽ സംഖ്യ 9. അപ്പോൾ ഇവിടെ ഛേദം 9. ദശാംശം നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല. ദശാംശം കളയുന്ന പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഛേദത്തിൽ ഒരു സ്ഥാനം കളയുമ്പോൾ, ഛേദത്തിൽ ഒരു ദശാംശ സ്ഥാനം നമ്മൾ ഒഴിവാക്കുമ്പോൾ, അംശത്തിൽ ദശാംശം ഇല്ലെങ്കിൽ, അംശത്തിൽ ദശാംശം ഇല്ല, ഒരു 0 ചേർക്കണം. അപ്പോൾ ഛേദത്തിൽ ഒരു ദശാംശം നമ്മൾ ഒരു ദശാംശ സ്ഥാനം ഒഴിവാക്കുമ്പോൾ, അംശത്തിൽ ദശാംശ സ്ഥാനം ഇല്ലെങ്കിൽ, ഇവിടെ ദശാംശം ഇല്ല, ഒരു 0 ആഡ് ചെയ്യണം, ഒരു 0 ചേർക്കണം. അപ്പം 9ൻ്റെ കൂടെ ഒരു 0 ഇട്ടാൽ എത്രയായി? 90. അപ്പോൾ ഇതെന്തായി? 90/9 എന്നായി. ഇത് 90/9 ആണെങ്കിൽ ഇതും അതാണല്ലോ. ഇത് രണ്ടും തുല്യമല്ലേ? ഇൻറ്റു 90/9. 90/9 എത്രയാണ്? 10 ആണ്. 9 90. ഇൻറ്റു ഇതും 10 ആണ്. 10 × 10 ഉത്തരം 100.